ആലപ്പുഴ ചെന്നിത്തലയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ റാഗിങ്ങിനിരയായത് ചെന്നിത്തല നവോദയ വിദ്യാലയത്തിലെ 8ാം ക്ലാസ്സുകാരനാണ് മർദ്ദനമേറ്റത്. +1 വിദ്യാർത്ഥികളായ 6 പേർ ചേർന്നാണ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ഷാജഹാൻ, ഇത് 2 ദിവസം മുമ്പാണ് ഈ സംഭവം നടന്നതെന്ന് അറിയുന്നു. ഇപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം? വിവരങ്ങൾ എന്താണ് ഈ റാഗിങ്ങിനിരയാക്കിയ സംഭവം? +1 വിദ്യാർത്ഥികൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ റാഗിങ്ങിനിരയാക്കിയത് വളരെ ഗുരുതരമായ വിഷയമായി തന്നെയാണോ സ്കൂൾ അധികൃതർ എടുത്തിട്ടുള്ളത്? തീർച്ചയായിട്ടും സിജു, അത് തന്നെയാണ് സിജു സൂചിപ്പിച്ച പോലെ തന്നെയാണ് സ്കൂൾ അധികൃതർ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഈ വിഷയം എടുത്തിരിക്കുന്നത്. കാര്യം +2 വിദ്യാർത്ഥികൾ റാഗിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചത് അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും മർദ്ദനത്തിന്റെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വരുന്നത്. അതിനുശേഷം മാതാപിതാക്കൾ കുട്ടിയുമായിട്ട് വീട്ടിൽ വരികയും പിന്നീട് കുട്ടിയെ ആശുപത്രിയിൽ കാണിക്കുകയും ചെയ്തു. ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് മാതാപിതാക്കൾ. എന്തായാലും മാന്നാർ പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായി തന്നെ ഈ കേസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്കൂളിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ +2 പഠിക്കുന്ന കുട്ടികളും അതോടൊപ്പം തന്നെ 8ാം ക്ലാസ്സുകാരും ഒക്കെ തന്നെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന സ്കൂളാണ് നവോദയ സ്കൂൾ. അതുകൊണ്ട് തന്നെ ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും വിവിധ മേഖലകളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ ഈ മർദ്ദനത്തിന് കാരണമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ആരോപണവിധേയ അല്ലെങ്കിൽ കുറ്റാരോപണവിധേയരായിട്ടുള്ള ഈ 6 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും അധ്യാപകർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഷാജഹാൻ, നേരത്തെ സമാനമായ ഏതെങ്കിലും സംഭവം, ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവം ഈ നവോദയയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? പോലീസ് എന്ത് വിവരങ്ങളാണ് പറയുന്നത്? പോലീസിന് ഇത് സംബന്ധിച്ചുള്ള പരാതി കുട്ടിയുടെ മാതാപിതാക്കളാണ് നൽകിയിരിക്കുന്നത്. കുട്ടിയുടെ മൊഴിയും പോലീസ് എടുത്തിട്ടുണ്ട്. കാര്യം ഈ കുട്ടിയെ വളരെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് കുട്ടി പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിന്റെ കാരണം ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് എന്നാണ് കുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. എന്തായാലും സംഭവം ഇതിനു മുൻപും സമാനമായ വിഷയങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സ്കൂളിൽ ഇതിനു മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് കൃത്യമായ വിവരം പുറത്തു വന്നിട്ടില്ല. പക്ഷേ എന്തായാലും ഈ സംഭവം പുറത്തു വന്ന ഉടൻ തന്നെ സ്കൂൾ മാനേജ്മെന്റ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിയെ പോലീസ് ഇപ്പോൾ അന്വേഷണ വിധേയമായി മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മന്നാർ പോലീസിന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ചേർത്തല നവോദയ സ്കൂളിൽ 8ാം ക്ലാസ്സുകാരനെ +1 വിദ്യാർത്ഥികൾ റാഗ് ചെയ്തു. ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്.